രാഹുൽ ഗാന്ധി കർണാടകയിൽ തുറന്ന സ്നേഹത്തിൻ്റെ കടയ്ക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഭീഷണി ഉയർന്നിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ കട എപ്പോൾ വേണമെങ്കിലും പൂട്ടാൻ സാധ്യതയുണ്ടെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് ഇടപെട്ട് താൽക്കാലികമായിട്ട് അവിടെ ചില സമാധാന ശ്രമങ്ങളൊക്കെ നടത്തി വലിയ കുഴപ്പം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ അവിടുത്തെ മുതിർന്ന നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന DK ശിവകുമാറും തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഒരുമിച്ച് പ്രാതൽ കഴിച്ച് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞു. എന്നാൽ ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് ശേഷം വീണ്ടും അവിടെ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇക്കുറി വെടി പൊട്ടിച്ചത് സിദ്ധരാമയ്യ തന്നെയാണ്. അതുമാത്രമല്ല, സിദ്ധരാമയ്യ വളരെ വ്യക്തമായി പറയുന്നു, കർണാടകയിൽ താൻ 5 വർഷവും മുഖ്യമന്ത്രി കസേരയിൽ തന്നെ ഇരിക്കും, ഭരണം പൂർത്തിയാക്കും, മുഖ്യമന്ത്രി കസേര മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന്. എന്തായാലും നമ്മളൊക്കെ കേട്ടത് രണ്ടുപേരും, അതായത് സിദ്ധരാമയ്യയും DK ശിവകുമാറും 2.5 വർഷം വീതം അവിടെ മുഖ്യമന്ത്രിയായി തുടരും, മുഖ്യമന്ത്രിയായി കർണാടക ഭരിക്കും എന്നാണ് നമ്മളൊക്കെ കേട്ടത്. അത്തരത്തിലൊരു ധാരണ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ഉണ്ടായി എന്നാണ് പൊതുവെ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. കാരണം കർണാടകയിൽ കോൺഗ്രസിന് വിജയിക്കാൻ ആവശ്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫണ്ട് കണ്ടെത്തി നൽകിയത് DK ശിവകുമാർ ആണ് എന്ന സത്യം കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. സിദ്ധരാമയ്യ വിചാരിച്ചാൽ അത്രയൊന്നും ഫണ്ട് കണ്ടെത്താൻ കഴിയില്ല, സിദ്ധരാമയ്യയ്ക്ക് അതിനുള്ള ശേഷിയില്ല, മറിച്ച് DK ശിവകുമാർ ആണ് ആ ഫണ്ട് കണ്ടെത്തി നൽകിയത് എന്നും മാത്രമല്ല, ഹൈക്കമാൻഡ് ആവശ്യപ്പെടുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് പോലും ഫണ്ട് കൊടുക്കുന്നത് കർണാടകയിൽ നിന്നാണ്. DK ശിവകുമാർ ഇടപെട്ടിട്ടാണ് ആ പണം അറേഞ്ച് ചെയ്ത് നൽകുന്നത് എന്നൊക്കെയാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ വെളിച്ചത്തിൽ 2.5 വർഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കട്ടെ, കാരണം ദളിത് മുസ്ലിം വോട്ടുകൾ വലിയ രീതിയിൽ പിടിച്ചെടുത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ സിദ്ധരാമയ്യയ്ക്ക് കഴിയും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് എത്ര കണ്ട് സത്യമാണ് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്നാലും ഒരു വാദത്തിന് അത് അംഗീകരിക്കാം. സിദ്ധരാമയ്യയ്ക്ക് ദളിത് മുസ്ലിം പിന്തുണ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യ 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കട്ടെ. സിദ്ധരാമയ്യ അടിമുടി കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ജനതാദളിൽ നിന്ന് വന്ന കോൺഗ്രസിലേക്ക് പ്രവേശനം നേടിയ വ്യക്തിയാണ്. കോൺഗ്രസിൽ വന്ന് കർണാടകയുടെ മുഖ്യമന്ത്രിയായി മാറിയ ആളാണ്. തെരഞ്ഞെടുപ്പിൽ അടവുകളും തന്ത്രങ്ങളും പയറ്റാൻ നല്ല മെയ്വഴക്കമുള്ള ഒരു നേതാവാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയ്ക്ക് ഏത് കുതന്ത്രവും വഴങ്ങും എന്നൊരു ചൊല്ല് തന്നെ ബാംഗ്ലൂരുവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്നാൽ DK ശിവകുമാർ ആകട്ടെ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് കോൺഗ്രസിലാണ്. സിദ്ധരാമയ്യയ്ക്ക് ദളിത് മുസ്ലിം പിന്തുണയാണ് ഉള്ളതെങ്കിൽ ശിവകുമാറിന് അത് ഒക്കലിംഗ സമുദായത്തിൻ്റെ പിന്തുണയാണ് ശിവകുമാറിന് ഉള്ളത്. ഒപ്പം അവിടെ മറ്റ് ഹിന്ദു മുന്നാക്ക OBC വിഭാഗങ്ങളുടെ പിന്തുണയും ശിവകുമാറിന് ഉണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ BJPയെ പിടിച്ചു കെട്ടാനുള്ള കരുത്തുള്ള ഒരു നേതാവ് DK ശിവകുമാർ ആണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. അങ്ങനെ ഒരു വശത്ത് ഫണ്ട് കണ്ടെത്താനുള്ള കഴിവ്, മറുവശത്ത് ഹിന്ദു സമുദായങ്ങളുടെ വോട്ടുകൾ നേടാൻ, പ്രത്യേകിച്ചും OBC വിഭാഗങ്ങളുടെ വോട്ട് നേടാനുള്ള കഴിവ്, ഇതെല്ലാം സിദ്ധരാമയ്യയെ വ്യത്യസ്തനാക്കുന്നു. DK ശിവകുമാറിനെ വ്യത്യസ്തനാക്കുന്നു. DK ശിവകുമാറിൻ്റെ പ്ലസ് പോയിന്റുകൾ ഇതൊക്കെയാണ്. ഈ ഒരു ചാഞ്ചാട്ടം, സിദ്ധരാമയ്യ വേണമോ DK ശിവകുമാർ വേണമോ എന്നൊരു ചാഞ്ചാട്ടം ഈ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ചതാണ്. അന്ന് എന്തൊക്കെയോ ഹൈക്കമാൻഡിനെ പറഞ്ഞ് ധരിപ്പിച്ച് സിദ്ധരാമയ്യ അവിടെ ഭരണത്തിൽ കയറി.
DK ശിവകുമാറിന് 2.5 വർഷത്തിന് ശേഷം താൻ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാം എന്നായിരുന്നു സിദ്ധരാമയ്യ അന്നുണ്ടാക്കിയ ധാരണ എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ 2.5 വർഷം പൂർത്തിയായപ്പോൾ സിദ്ധരാമയ്യ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ശിവകുമാർ ആകട്ടെ രൂക്ഷമായ എതിർപ്പുമായിട്ട് രംഗത്തെത്തുകയും തൻ്റെ ഒപ്പമുള്ള MLA-മാരെ ഡൽഹിയിൽ ഹൈക്കമാൻഡിന് മുന്നിൽ അണിനിരത്തുകയും ഈ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പുലിവാല് പിടിച്ച ഹൈക്കമാൻഡ് ഒടുവിൽ 2 പേരെയും ഇരുത്തി ചർച്ച ചെയ്ത് ചില സമവായങ്ങളൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിവകുമാർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക്, ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു എന്ന് തന്നെ പറയാം, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ വെടി പൊട്ടിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യ. തനിക്ക് 5 വർഷവും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള അനുമതിയുണ്ട്, ഹൈക്കമാൻഡ് അത് നൽകിയിട്ടുണ്ട് എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. ഇത് സംബന്ധിച്ച് കർണാടക നിയമസഭയിൽ BJPയുടെ പ്രതിപക്ഷ നേതാവ് അശോക ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് സിദ്ധരാമയ്യ മറുപടി പറഞ്ഞത്, തന്നെ ജനം തെരഞ്ഞെടുത്തത് 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കാനാണ്. പാർലമെന്ററി പാർട്ടി യോഗം തന്നെ നിയോഗിച്ചത് 5 വർഷം മുഖ്യമന്ത്രിയായിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ടതില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. എന്നാൽ അവസാനമായിട്ട് ഒരു വരി സിദ്ധരാമയ്യ കൂട്ടിച്ചേർത്തു, ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഞാൻ മാറും എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. ഈ അവസരത്തിൽ വലിയ പ്രതിഷേധവുമായിട്ട് DK ശിവകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം BJPയുടെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യവും അതിന് സിദ്ധരാമയ്യ നൽകിയ മറുപടിയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. DK ശിവകുമാറിനോടൊപ്പം 50ഓളം MLA-മാർ ശിവകുമാറിൻ്റെ പാളയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഹൈക്കമാൻഡ് വഴങ്ങിയില്ലെങ്കിൽ താൻ പാർട്ടിയെ പിളർത്തും എന്ന് പോലും ഒരവസരത്തിൽ DK ശിവകുമാർ പറയാതെ പറഞ്ഞ് ഒരു ഭീഷണി ഉയർത്തിയിരുന്നു. എന്തായാലും ഈ പറഞ്ഞതുപോലെ കർണാടകയിൽ സ്നേഹത്തിൻ്റെ കടയ്ക്ക് വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കട ദുഃഖത്തിൻ്റെ കടയായി മാറുകയാണോ? സ്നേഹത്തിൻ്റെ കട ഈ തമ്മിലടിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രൂപ്പ് പോരിൻ്റെ ഒക്കെ ഒരു വേദിയായി മാറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം DK ശിവകുമാർ അവിടെ ഒരു വിരുന്ന് നൽകിയിരുന്നു. അതിൽ ധാരാളം MLA-മാരും കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തു. തുടർന്ന് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ വിരുന്ന് നൽകാനുള്ള ശ്രമങ്ങൾ നടന്നു. അങ്ങനെ അവിടെ സിദ്ധരാമയ്യയുടെ മന്ത്രിസഭയിലെ ഒരു അംഗമായ സതീഷ് ജർക്കിഹോളി അവിടെ ഒരു വിരുന്ന് നൽകി MLA-മാർക്ക്. അതിൽ ഒരു വിഭാഗം MLA-മാർ പങ്കെടുത്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഈ 2 നേതാക്കളും ഈ അത്താഴ വിരുന്നിനെ കുറിച്ച് ഒരക്ഷരവും പറയുന്നില്ല. 2 പേരും നിഷേധിക്കുന്നു. സിദ്ധരാമയ്യ താൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് കൊണ്ട് ഈ വിരുന്നിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് തനിക്ക് അറിയില്ല എന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. DK ശിവകുമാർ ആകട്ടെ അങ്ങനെ ഒരു വിരുന്നേ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ്. എന്തായാലും കർണാടകയിലെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. ഇടവേളയ്ക്ക് ശേഷം, ഏതാനും ആഴ്ചകളുടെ ഇടവേളയ്ക്ക് ശേഷം നേതൃമാറ്റത്തെ ചൊല്ലി നേതാക്കൾ കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഹൈക്കമാൻഡ് കൂടുതൽ സമ്മർദ്ദത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുകയാണ്. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും എന്ന് ഹൈക്കമാൻഡിന് അറിയില്ല എന്നതാണ് വാസ്തവം.